പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് ആവർത്തന പുസ്തകം 31 അധ്യായം അതിൻ്റെ 8 വാക്യം. യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു, അവൻ നിന്നോടുകൂടെ ഇരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല, നീ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. നമ്മുടെ ഉള്ളിൽ ഒരു കണ്ടൻമെൻറ്റോടുകൂടി, ഒരു സംതൃപ്തിയോടുകൂടി ജീവിക്കണമെങ്കിൽ നമ്മുടെ ഫോക്കസ് മുഴുവൻ ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം. അതായത് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് നമ്മുടെ എൻ്റയർ ഫോക്കസ് ജീവിതത്തിൻ്റെ അവനിലായിരിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില സമയത്ത് ചില പ്രശ്നങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ചില സിറ്റുവേഷൻ വരുമ്പോൾ, രാത്രി സമയം ഉറങ്ങുവാൻ കഴിയാതെ 11 മണി അടിക്കുന്ന കേൾക്കും, 12 മണിയാകുന്ന അറിയും, 1 മണിയാകുന്ന അറിയും, അവർ ആഫ്റ്റർ അവർ ഉറങ്ങാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടില്ലേ? അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ പ്രശ്നത്തിൽ നിന്ന് നമ്മുടെ ചിന്ത മാറ്റിയിട്ട്, നമ്മുടെ സംസാരമാണെങ്കിലും നമ്മുടെ ക്രിറ്റിസിസമാണെങ്കിലും എല്ലാം നമ്മുടെ മനസ്സിൻ്റെ മുമ്പിൽ നിന്ന് മാറ്റിയിട്ട് ദൈവസന്നിധിയിൽ ഒന്ന് മുട്ടുകുത്തണം. എന്നിട്ട് കർത്താവിനോട് പറയണം, കർത്താവേ, ഈ ഒരു വിഷയത്തിൽ നീ എന്നെ സഹായിക്കണം. ഈ വിഷയത്തിൽ കൂടി കടന്ന് നിൻ്റെ കരം പിടിച്ച് പുറത്ത് കടന്ന് നിന്നിൽ സന്തോഷിപ്പാൻ നീ എന്നെ സഹായിക്കണം. നമ്മുടെ ചിന്ത ഈ ലോകത്തിലെ ആ പ്രശ്നത്തിൽ നിന്ന് മാറ്റണം. കൊലോസ്യ ലേഖനം 3 അധ്യായം 2 വാക്യം അതുകൊണ്ടാണ് പറയുന്നത്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പി. അപ്പോൾ നമുക്ക് ഉറക്കം വരും. ഒട്ടുമേൽ നിന്ന് എഴുന്നേറ്റ് പോയി കിടന്നുറങ്ങും. അപ്പോൾ കുഞ്ഞ് നിനക്ക് ഉറക്കം വരും. കാരണം ദൈവം നമ്മുടെ ഇമോഷൻസ് എല്ലാം മനസ്സിലാക്കുന്നവനാണ്. ഓരോ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോഴും നാം ആ സിറ്റുവേഷനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് നമ്മുടെ കൂടെ കിടക്കുന്ന വ്യക്തിയെ കഴിഞ്ഞും കൂടുതൽ അറിയാവുന്നൊരു വ്യക്തി ദൈവമാണ്. പ്രൈസ് ഗോഡ്. ഉറക്കം നമുക്കൊക്കെ ആവശ്യമാണ്, അല്ലേ? പ്രൈസ് ഗോഡ്. എന്നാൽ ഞാൻ പറയട്ടെ, വെല്ലുവിളികൾ എന്നും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുന്നവരെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ഒറ്റ കാര്യം ചെയ്യ് ദൈവത്തിലെ, യേശുവിനെക്കുറിച്ച് ചിന്തിക്കുക. അവൻ ധാരാളമായി നമുക്ക് ജീവൻ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, സമൃദ്ധിയായ ജീവൻ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തന്നെയുമല്ല അവൻ്റെ കയ്യിലുള്ളത് അബണ്ടൻറ്റ് പ്രൊവിഷനാണ്. എന്തുമാത്രം കാര്യം നമുക്ക് വേണ്ടി അവൻ സംഗ്രഹിച്ച് വെച്ചിട്ടുണ്ട്. അബണ്ടൻറ്റ് പ്രൊട്ടക്ഷൻ അതവൻ്റെ കയ്യിലുണ്ട്. അബണ്ടൻറ്റ് ലവ് ഉണ്ട്. അല്ലെങ്കിൽ എന്നാൽ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മുടെ പ്രൊവിഷനൊക്കെ നമ്മളിൽ നിന്ന് എടുത്തു കളയും. നമുക്ക് ഉള്ളതും കൂടെ എടുത്തു കളയും. നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ നിരാശ കൊണ്ടും നീരസം കൊണ്ടും നിറയ്ക്കുകയും ചെയ്യും. എന്നാൽ യേശുവിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്കുണ്ടല്ലോ, എപ്പോഴും സമാധാനം ജീവിതത്തിൽ നിലനിർത്തുവാൻ കഴിയും. വേറൊന്നിനെക്കുറിച്ച് നാം ചിന്തിക്കേണ്ട. നമ്മുടെ ആങ്സൈറ്റി, നമ്മുടെ ഭയം, നമ്മുടെ വറി എല്ലാം നാം യേശുവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാറിപ്പോകും. ഇല്ലെങ്കിൽ ക്രിസ്തീയ കീർത്തനം എടുത്തിട്ട്, കുഞ്ഞെ നിനക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പാട്. അല്ലെങ്കിൽ നീ പ്രാർത്ഥിച്ച, കർത്താവേ നീ എനിക്കൊരു പാട്ട് തന്നേ, ആ പാട്ട് പുസ്തകം തുറക്ക്. ആ പേജിൽ തന്നെ ഒരു പാട്ടെങ്കിലും നിനക്കറിയാവുന്നതായിരിക്കും. നീ ആ പാട്ട് പാട്. തീർച്ചയായിട്ടും അതിലെ വരികൾ, അതിലെ വചനങ്ങൾ നിന്നെ ടച്ച് ചെയ്യും. പ്രൈസ് ഗോഡ്. ഇത് വളരെ കാര്യമായി പ്രാധാന്യമുള്ളതായി നാം നമ്മുടെ ജീവിതത്തിൽ കരുതിയെടുത്താൽ, ഞാൻ പറയട്ടെ, റൈറ്റ് മൊമെൻറ്റിൽ ഹല്ലേലൂയ കർത്താവ് തൻ്റെ വലങ്കരം നീട്ടി നമ്മെ സഹായിച്ച് ആ പ്രശ്നത്തിൽ നിന്ന് ഉയർത്തും. പ്രൈസ് ഗോഡ്. എവിടെയാണെങ്കിലും ദൈവം എവിടെയും നമുക്ക് ആക്സസിബിളാണ്, അല്ലേ? നമുക്ക് എന്ത് സഹായം വേണേലും തരാൻ തക്കവണ്ണം ആ സഹായം അവൻ്റെ കയ്യിലുണ്ടെന്നേ. ആൻഡ് ദാറ്റ് ഈസ് അവൈലബിൾ ടു അസ്. ആ സത്യം നാം മനസ്സിലാക്കണം. ഓരോ ദിവസത്തെ ഓരോ നിമിഷവും ഓരോ മണിക്കൂറും കർത്താവിന് നന്ദി കരയറ്റിക്കൊണ്ട് കർത്താവിൻ്റെ തിരുമുഖം അന്വേഷിക്കുന്നവരായിട്ട് ജീവിപ്പാൻ ശ്രമിച്ചാൽ ഉണ്ടല്ലോ, ദൈവത്തിൻ്റെ സമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം, ലോകത്തിന് നമുക്ക് തരാൻ കഴിയാത്ത സമാധാനം, അത് തരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുപോലെ ദൈവമക്കളെ, നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം വചനം വായിക്കുമ്പോൾ, നാം അവൻ്റെ സന്നിധിയിൽ കരയുമ്പോൾ, നിങ്ങൾക്ക് അവൻ്റെ പ്രസൻസ് നിങ്ങളുടെ അടുത്ത് തോന്നിയിട്ടുണ്ടോ? കുഞ്ഞെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ കരഞ്ഞ് കണ്ണടച്ച് ഇരിക്കുന്ന സമയത്ത് ആളത്വമായി എൻ്റെ കർത്താവിൻ്റെ അടുത്തുനിന്നുള്ളത് സെൻസ് ചെയ്യുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പ്രൈസ് ഗോഡ്.
നമുക്കെന്താണ് ചെയ്തു തരേണ്ടതെന്നാണ് കർത്താവ് നമ്മോട് ചോദിക്കുന്നത്. നമ്മുടെ ആഗ്രഹം എന്താണെന്നാണ് അവൻ നമ്മോട് ചോദിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഹല്ലേലൂയ, ശിഷ്യന്മാർ തണ്ട് വലിച്ച് കുഴയുന്നത് കണ്ടപ്പോൾ, അവരുടെ പടങ്ങ് മുങ്ങുമെന്ന് അവർ തോന്നിയപ്പോൾ യേശു നടന്ന് കടലിന്മീതെ നടന്ന് അവരുടെ അടുക്കൽ വന്നു. പ്രൈസ് ഗോഡ്. അത്രയും വലിയൊരു കർത്താവ് നമ്മെ കൈവിടുമോ? ഒരിക്കലും കൈവിടത്തില്ല. നമ്മുടെ ആ എൻവയറമെൻറ്റ് നമുക്ക് സമാധാനം തരത്തില്ല. പക്ഷേ ദൈവത്തെക്കുറിച്ചുള്ള അവെയർനെസ് അത് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ നമുക്ക് സമാധാനം തരും. ഹല്ലേലൂയ. എപ്പോഴും ഓർത്തോണം, ഗോഡ് വിത്ത് മീ. ദൈവം എന്നോട് കൂടെയുണ്ട്, ദൈവം എന്നോട് കൂടെയുണ്ട്, ദൈവം എന്നോട് കൂടെയുണ്ട്. ഗോഡ് വിത്ത് മീ, ഗോഡ് വിത്ത് മീ എന്നൊരു സെൻസ് നമ്മുടെ മനസ്സിൽ വേണം. ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ആത്മീയ കണ്ണുകൊണ്ട് അങ്ങനെ നാം ദൈവത്തെ കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രശ്നങ്ങൾ നമ്മിൽ നിന്ന് അകന്നു മാറും. പ്രൈസ് ഗോഡ്. എൻ്റെ പ്രിയ സുഹൃത്തെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നീ നിൻ്റെ സമയം ദൈവത്തിന് വേണ്ടി കൊടുക്കാറുണ്ടോ? നമ്മുടെ സംതൃപ്തിയുടെ, കണ്ടൻമെൻറ്റിൻ്റെ ഒക്കെ സോഴ്സ് ദൈവമാണ്. അവനാണ് നമുക്ക് സമാധാനം തരുന്നത്. അവൻ്റെ ശക്തി നമുക്ക് അളക്കാൻ പറ്റത്തില്ല. അവൻ്റെ അതോറിറ്റി നമ്മുടെ ജീവിതത്തിന്മേലുള്ളത് വലുതാണ്. അതുകൊണ്ട് വിശ്വാസത്തോടെ യേശു കർത്താവുമായിട്ട് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് നാം എൻ്റർ ചെയ്തിട്ട് ഉറപ്പോടെ അവൻ്റെ പ്രസൻസ് എൻ്റെ ജീവിതത്തിൽ ഉറപ്പായി ഉണ്ട്. അവൻ്റെ പ്രൊവിഷൻസ് എൻ്റെ ജീവിതത്തിൽ ആവശ്യമുള്ളതുപോലെ അവൻ തരും. അങ്ങനെ ദൈവത്തിൻ്റെ എല്ലാ പ്രോമിസസും വിശ്വസിച്ച് മുന്നേറുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ. അത് നമ്മുടെ ജീവിതത്തെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് തന്നെയായിരിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 27. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ വാക്യം അണ്ടർലൈൻ ചെയ്യാത്ത ആരും തന്നെ കാണത്തില്ല. നിങ്ങളുടെ ബൈബിളിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സമയം അത് അണ്ടർലൈൻ ചെയ്ത് കാണും. ഹല്ലേലൂയ. നമ്മളെത്ര ബുദ്ധിയുള്ളവരാണേലും ബുദ്ധിഹീനരാണേലും പണമുള്ളവരാണേലും പണമില്ലാത്തവരാണേലും കറുത്തവരാണേലും വെളുത്തവരാണേലും ഏതുവിധ വിഷയമാണ് ഓരോരുത്തരും ഫേസ് ചെയ്യുന്നെന്നുള്ളത്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അത് അറിയാവുന്ന ദൈവം അവൻ നമുക്ക് സമാധാനം അയച്ചു തരും. ഹല്ലേലൂയ. അവൻ നമ്മുടെ മാസ്റ്റർ, അവൻ നമ്മുടെ യജമാനന്. അതുകൊണ്ട് അവനെ ഫോളോ ചെയ്യുന്നവർ, അവനെ അനുകരിക്കുന്നവർ, അവൻ്റെ ഫോളോവേഴ്സും എല്ലാം സമാധാനം അനുഭവിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ്. ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്. അവന് ലോകമെന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സൊസൈറ്റി, നാം ജീവിക്കുന്ന നമ്മുടെ കൾച്ചർ, അതൊന്നും നമുക്ക് സമാധാനം തരത്തില്ല. അതൊക്കെ നമ്മുടെ സമാധാനം എടുത്തു കളയുന്നതാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് സമാധാനം തരുന്നത്. പ്രൈസ് ഗോഡ്. കലങ്ങി മറിയുന്ന, ഹല്ലേലൂയ, കടൽ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ ചെറിയ പ്രായത്തിൽ 8th സ്റ്റാൻഡേർഡ് വരെ ഞാൻ ആലപ്പുഴയായിരുന്നു. അവിടെ സെൻറ്റ് ജോസഫ്സ് കോൺവെൻറ്റിലായിരുന്നു പഠിച്ചത്. പ്രൈസ് ഗോഡ്. എനിക്ക് കടൽ ഭയങ്കര പേടിയാണ്. എൻ്റെ അച്ചായൻ കൊണ്ടുപോയിട്ട് എപ്പോഴും കടലിനകത്തോട്ട് എന്നെ കയ്യെ പിടിച്ചുകൊണ്ട് അങ്ങ് ഇറക്കും. എനിക്ക് തിര കാണുന്നതെല്ലാം പേടിയാണ്. ഇന്നും എനിക്ക് കടൽ കണ്ട് അങ്ങനെ എൻജോയ് ചെയ്യാനൊന്നും പറ്റുന്ന ആളല്ല ഞാൻ. പ്രൈസ് ഗോഡ്. വലിയ സ്റ്റോംസൊക്കെ ഇങ്ങനെ കാറ്റ് വന്ന് കടലടിക്കുന്നത്, ഞങ്ങളുടെ വീട്ടിൽ ഇരുന്നാൽ ഈ കടപ്പുറത്ത് ആ കടലിൻ്റെ ആ അലയടിക്കുന്ന ഒച്ചയൊക്കെ കേൾക്കാമായിരുന്നു. അങ്ങനെയുള്ളൊരു വീട്ടിലായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവിടെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഒന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, ചെറുപ്പത്തിൽ പേടിച്ചതൊക്കെ. എന്നാൽ ഞാൻ പറയട്ടെ, ഈ സർഫസിലൊക്കെ ഈ വിൻഡ് വരുമ്പോൾ, ഹല്ലേലൂയ, അതിൻ്റെ വിൻഡിൻ്റെ സ്പീഡ് 40, 60, 100 മൈൽസ് ആൻ അവർ ഒക്കെ വരും. ചിലപ്പം കാറ്റങ്ങ് വരും, ചിലപ്പം ഇടി മിന്നൽ ഒക്കെ വരും. അതെല്ലാം ഇടിമിന്നലും ഒക്കെ വരുമ്പോഴത്തേക്കിന് ഇരുട്ടങ്ങ് മാറുന്ന കാണാം. നമുക്ക് വെട്ടം വരും അപ്പോൾ അല്ലേ. അങ്ങനെ വരുമ്പോൾ ഈ തിരമാലയൊക്കെ 20, 30, 50 അടി വരെ ഉയരത്തിലേക്ക് പോകും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു ടോയ് ബോട്ട് പോലെ കപ്പലൊക്കെ അപ്പോൾ ഇങ്ങനെ ഇളകി പോകും കടലിൽ. എന്നാൽ ഞാൻ പറയട്ടെ, ഓഷ്യൻ ഗോയിങ് ക്രാഫ്റ്റ് ഇങ്ങനെയുള്ള സ്റ്റോംസിലൊക്കെ നഷ്ടപ്പെട്ടു, കാണാതെ പോകും. പക്ഷെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് തന്നെ ഈ സർഫസിൻ്റെ അടിയിൽ
ഈ കടലിൻ്റെ സർഫസിൻ്റെ അടിയിൽ, അതായത് ഒരു 100 അടി താഴെ വരുമ്പോൾ അവിടെ ഒരനക്കവും ഇല്ല വെള്ളത്തിന്. എല്ലാം പെർഫെക്റ്റ്ലി ക്വയറ്റായിരിക്കും. നോ സൗണ്ട്, നത്തിങ്. ഒരു കൊച്ചു കൊമള പോലും അവിടെ കാണത്തില്ല വെള്ളത്തിൻ്റെ. ഹല്ലേലൂയ. അതുപോലെ ദൈവത്തിൻ്റെ സമാധാനം. ഞാൻ അതിനാണ് ഇത്രയും പറഞ്ഞത്. നമ്മുടെ ദൈവം ഹല്ലേലൂയ തൻ്റെ ശിഷ്യന്മാർക്ക് വാഗ്ദത്തം ചെയ്ത സമാധാനമുണ്ടല്ലോ. ഹല്ലേലൂയ. തന്നെ അനുകരിച്ചവർക്ക് താൻ കൊടുക്കാവുന്ന പറഞ്ഞ സമാധാനമുണ്ടല്ലോ. ട്രബിൾസ് കൊണ്ട് നിറഞ്ഞ ഈ ലോകത്തിൽ അവൻ തരാമെന്ന് പറഞ്ഞ സമാധാനമുണ്ടല്ലോ. അത് ഈ അനുകാരികളൊക്കെ, ഈ ഡിസൈപ്പിൾസൊക്കെ, ഈ ശിഷ്യന്മാരൊക്കെ പേഴ്സിക്യൂഷൻ അനുഭവിച്ച സമയത്തും നിലനിർത്തിയത് ആ സമാധാനമാണ്. പ്രൈസ് ഗോഡ്. തന്നെയുമല്ല, തന്നെ അനുഗമിച്ചവരോടൊക്കെ താൻ പറഞ്ഞിട്ടുണ്ട് താൻ ഒരിക്കലും അവരെ വിട്ടുകളയത്തില്ലെന്ന്. ആ കോൺസ്റ്റൻറ്റ് പീസ് നമുക്കുള്ളത് ധാരാളമായി അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിപ്പാൻ്റെ ഗുണം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുക. കർത്താവ് ഒരിക്കലും നമ്മെ കൈവിടത്തില്ല. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, കാറ്റുഗ്രമടിക്കലും ഇരുൾ കനത്തിയിടിലും സഞ്ചാരി നീ കൂടെ വാ, ആത്മാവം വഴികാട്ടി. ഈ പാട്ടൊക്കെ കർത്താവേ ഞങ്ങളെ അനേക സന്ദർഭങ്ങളിൽ ആശ്വസിപ്പിച്ചിട്ടുള്ളതാണ്. ആ ആശ്വാസം തരുന്ന കർത്താവ്, സമാധാനം തരുന്ന കർത്താവ് ഇന്ന് ഈ വചനം കേട്ട ശ്രോതാക്കളിൽ ആരുടെയെങ്കിലും ഹൃദയം കലങ്ങി മറിഞ്ഞ് ഇരിക്കുകയാണെങ്കിൽ ആഴത്തിൽ അവരുടെ ഹൃദയത്തോട് നീ ഇടപെടണം കർത്താവേ. നീ സമാധാനം കൊടുക്കണം കർത്താവേ. ആ സമാധാനത്തിൽ ജീവിപ്പാൻ സഹായിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.